വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് സെക്ഷൻ 15 സബ്സെക്ഷൻ 4 പ്രകാരമുള്ള വാല്യുവേഷൻ റൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. വാല്യുവേഷൻ റൂൾസ് 27 തൊട്ട് 28, 29, 30, 31 ഇങ്ങനെ 5 വാല്യുവേഷൻ റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞേ, സെക്ഷൻ 15 സബ്സെക്ഷൻ 1 പ്രകാരം എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, 2 കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഈ റൂൾസിൽ ഏതെങ്കിലും ഒന്നാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് നമ്മൾ 27 ആണ് കഴിഞ്ഞ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്തത്. 27ൻ്റെ കൂടെ തന്നെ നമ്മൾ 13, 31 എന്ന് പറയുന്ന 2 സെക്ഷൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തു. ദാറ്റ് മീൻസ് അതിനകത്ത് മൂന്നിനകത്ത് കോമൺ ആയിട്ട് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് ഒരു സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു? അതായത് ഈ പറയുന്ന സപ്ലയറും റെസിപ്പിയൻറ്റും നമ്മൾ യാതൊരു തരത്തിലുള്ള റിലേറ്റഡ് പാർട്ടീസും ആവരുത്. ഓക്കെ, ഇനി അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? റൂൾ 28 29 അപ്ലൈ ചെയ്യാം. റൂൾ 28 പറയുന്നത് നോക്കി, റൂൾ 28 ഓഫ് ദ CGST റൂൾസ് 2017 വാല്യൂ സപ്ലൈ ഓർ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ബിറ്റ്വീൻ ഡിസ്റ്റിങ് ഓർ റിലേറ്റഡ് പേഴ്സൺസ് അതർ ദാൻ ത്രൂ ആൻ ഏജന്റ്. ഏജന്റ് മുഖേന ആവരുത്. മനസ്സിലായോ? അതായത് ഒരു പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ സപ്ലൈ നടക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ തീർച്ചയായിട്ടും ഏത് അപ്ലൈ ചെയ്യണം? റൂൾ നമ്പർ 28 അപ്ലൈ ചെയ്യണം. ഇനി റൂൾ നമ്പർ 29 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഏജന്റ് ആണ്. മനസ്സിലായോ? അതായത് രണ്ടും റിലേറ്റഡ് പാർട്ടീസിനെ കുറിച്ചാണ് പറയണേ. 27 പറയുന്നത് പ്രിൻസിപ്പൽ ഏജന്റ് അല്ലാതെ വേറെ ആരെങ്കിലും കുറിച്ചാണെങ്കിൽ, 29 പറയുന്നത് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പിനകത്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ സപ്ലൈ ഉണ്ടാവുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ അവിടെ പറഞ്ഞതുപോലെ ഏതാ 27 നമ്മൾ പറഞ്ഞതുപോലെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ചെക്ക് ചെയ്യണം അല്ലേ. അങ്ങനെയാണ് നമ്മളൊരു 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് മീൻസ് എന്തൊക്കെയായിരുന്നു? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നോക്കുക ആൻഡ് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് കിടക്കുക. ആ മൂന്ന് കാര്യങ്ങളും ഇല്ലെങ്കിൽ മാത്രം, ഓക്കെ, അതായത് ഈ പറയുന്ന ലൈക്ക് കൈൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്ന സാധനം കയറി വന്നിട്ട് അതില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഏതിനോട്ട് പോയത്? റൂൾ നമ്പർ 30, 31 എന്ന് പറയുന്ന രീതിയിലോട്ട് പോയത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. നോക്കി, ടു ബി ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓഫ് സച്ച് സപ്ലൈ. ദാറ്റ് മീൻസ് ഈ സപ്ലയറും റെസിപ്പിയൻറ്റും തമ്മിൽ റിലേറ്റഡ് ആണെങ്കിൽ അവിടെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ആ സപ്ലൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആ ഗുഡ്സിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആയിരിക്കണം. Okay, and second one, if the open market value is not available, then the value of supply of goods or services of like kind and quality. Okay, like kind and quality ക്കകത്ത് എന്താണോ വരുന്നത് മനസ്സിലായോ? അവിടെ ABC എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 2 കാര്യങ്ങൾ മാത്രമാണ് പറയണേ. അതായത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ചെക്ക് ചെയ്യുക. ഏതായിരുന്നു? സപ്ലയറും റെസിപ്പിയൻറ്റും റിലേറ്റഡ് പാർട്ടീസ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ മാർക്കറ്റ് ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ അതേപോലത്തെ സെയിം ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്ന ഗുഡ്സ് ഏതാണെന്ന് നോക്കുക, അതിൻ്റെ വാല്യൂ ട്രീറ്റ് ചെയ്യുക. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ അവിടെ പറഞ്ഞതുപോലെ തന്നെ എന്ത് നോക്കാം? ഇഫ് ദ വാല്യൂ ഇസ് നോട്ട് ഡിറ്റർമിനബിൾ അണ്ടർ സെക്ഷൻ A or B, the value as determined by the application of rule 30 or rule 31 in that order. മനസ്സിലായോ? അതായത് 27 പ്രകാരം ABC എന്ന് പറയുന്ന 3 കാറ്റഗറി പറഞ്ഞു. ആ 3 വന്നില്ലെങ്കിൽ 30, 31 എന്ന് പറയുന്ന അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ റിലേറ്റഡ് പാർട്ടി ആകുമ്പോൾ 2 കാര്യങ്ങളാണ് പറയണേ. ഏതൊക്കെയായിരുന്നു? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓർ സെയിം കൈൻഡ് ഓർ ക്വാളിറ്റിനകത്തുള്ള വാല്യൂ. ഇത് രണ്ടും ഓക്കെ അല്ലെങ്കിൽ നമുക്ക് റൂൾ 30 അപ്ലൈ ചെയ്യാം. ആ റൂൾ 30 കിട്ടിയില്ലെങ്കിൽ റൂൾ 31 പ്രകാരം ഒരു ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലായോ? സോ നോക്കി, ഇനി പറയുന്നത് provided that the goods are intended for the further supply. Important ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയണേ. Further supply as such by the recipient, the value shall at the option of the supplier, okay, be an amount equivalent to 90% of the price charged of the supply of goods of like kind and quality by the recipient to his customer not being a related persons. മനസ്സിലായോ? അതായത് സപ്ലയറും റെസിപ്പിയൻറ്റും തമ്മിലുള്ള ഒരു ട്രാൻസ്ഫർ ആണ് ഇവിടെ പറയണേ. എന്നിട്ട് ആ റെസിപ്പിയൻ, ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഞാൻ സപ്ലയറും നിങ്ങൾ റെസിപ്പിയൻറ്റുമാണ്. മനസ്സിലായോ? ഇനി റെസിപ്പിയൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഈ ഗുഡ്സ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങേരെ എന്തല്ല ഈ പറയുന്ന പോലെ നിങ്ങളുടെ റിലേറ്റഡ് പാർട്ടീസോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, പ്രൊവൈഡ് എന്ത് ചെയ്യാം? be an amount equivalent to 90% of price charged of the supply of goods of like kind and quality by the recipient. നിങ്ങൾ അതേപോലത്തെ സിമിലർ പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്കാണോ വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ 90% എന്തായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം? വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആരുടെയാ? റെസിപ്പിയൻറ്റിൻ്റെ അല്ല പറയണേ, സപ്ലയറുടെയാണ് പറയണേ. ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ സപ്ലയറും നിങ്ങൾ റെസിപ്പിയൻറ്റുമാണ്. നിങ്ങൾ ഇതേപോലത്തെ പ്രൊഡക്ട്സ് വേറെ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കുന്നു.
അതിൻ്റെ 90% എൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസ്ഫറിൻ്റെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സിറ്റുവേഷൻ മനസ്സിലായി? അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സപ്ലയറുടെ ഓപ്ഷൻ അനുസരിച്ച് അങ്ങനെ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ അതിനകത്ത് ഒരു കണ്ടീഷൻ പറയുന്നത് നോക്കി, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് വെർ ദ റെസിപ്പിയൻറ്റ് ഈസ് എലിജിബിൾ ഫോർ ഫുൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നിങ്ങൾ ഞാൻ തന്നിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ ദ വാല്യൂ ഡിക്ലെയർഡ് ഇൻ ദ ഇൻവോയ്സ് ഷാൾ ബി ഡീംഡ് ടു ബി ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസസ്. അതായത് നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ, ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ എന്ത് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്താണോ എത്രയാണോ അതിനെ വാല്യൂ സപ്ലൈഡ് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? സോ ആ പ്രോസസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനും നിങ്ങളും റിലേറ്റഡ് പാർട്ടീസ് ആണ്. ഓക്കെ, സോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന വൗച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ബില്ല് എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. ഓക്കെ, സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള കാര്യമാണ് നമ്മൾ പറയണേ. ഒന്ന്, ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ചെക്ക് ചെയ്യുന്നു. ഇനി അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെയിം കൈൻഡ് അല്ലെങ്കിൽ സെയിം ക്വാളിറ്റിക്കകത്തുള്ള ഗുഡ്സിൻ്റെ വാല്യൂ നോക്കുന്നു. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ റൂൾ 30-31 പ്രകാരമുള്ള അപ്ലൈ ചെയ്യുന്നു. ഇനി ഇതിനെല്ലാത്തിനും ഉപരിയാണ് വേറൊരു ഓപ്ഷൻ പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ റിലേറ്റഡ് പാർട്ടീസ് ആണ്. സോ ഞാൻ നിങ്ങൾക്ക് തരുന്ന ട്രാൻസ്ഫറിൻ്റെ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്ന പോലത്തെ പ്രൊഡക്റ്റ് വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അതേ ക്വാളിറ്റിയിൽ അതേപോലെയുള്ള പ്രൊഡക്റ്റ് വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണോ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 90% ഓക്കെ നമ്മുടെ ട്രാൻസാക്ഷൻ്റെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ഇവൻ ഇഫ് നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് ആ ഫുൾ എമൗണ്ട് നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ അവിടെ ഈ 90% എന്ന് പറയുന്ന റൂൾ പറ്റില്ല. എന്തായിരിക്കണം, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അത് തന്നെ ആയിരിക്കണം നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ, ഈ പറയുന്ന നമ്മളുടെ ട്രാൻസ്ഫറിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. മനസ്സിലായോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാവേ. നോക്കി, എക്സ് ലിമിറ്റഡ് ഓൺ ഫാക്ടറി ഇൻ ചെന്നൈ ആൻഡ് വൺ ഡിപ്പോട്ട് ഇൻ കൊച്ചി. ചെന്നൈയിലാണ് ഫാക്ടറി, കൊച്ചിയിലാണ് ഒരു എന്തുള്ളത് ഡിപ്പോട്ട് ഉള്ളത്. ഓക്കെ, ദ ഡിപ്പോട്ട് ഇൻ കൊച്ചി ഈസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ദ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആസ് ദി ആർ കൺസിഡർഡ് ഡിസ്റ്റിങ് പേഴ്സൺസ് അണ്ടർ സെക്ഷൻ 25(4). ഓക്കെ, അവർ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ ചെന്നൈ ഫാക്ടറി വിൽ ബി ട്രാൻസ്ഫേർഡ് ടു കൊച്ചി വേർ ഇറ്റ് വിൽ ബി സോൾഡ് ആസ് ഇറ്റ് ഈസ്. അതായത് ഫാക്ടറി ഉണ്ട്, ഒരു ഡിപ്പോട്ടും പറയുന്നുണ്ട്. ആ ഫാക്ടറിയിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്നത് നോക്കി, ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം ഫാക്ടറി ടു ഡിപ്പോട്ട് ഓൺ 8th February 1000 യൂണിറ്റ് ആണ്. പ്രൈസ് ഫാക്ടറി പെർ യൂണിറ്റ് 200 ആണ്. പ്രൈസ് അറ്റ് ഡിപ്പോട്ട് പെർ യൂണിറ്റ്, അതായത് ഞാൻ ഫാക്ടറി നിങ്ങൾ ഗോഡൗണും ആണെങ്കിൽ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ പ്രൈസ് ഞാൻ അത് പുറത്ത് കൊടുക്കുന്നത് 200 രൂപയ്ക്കാണ്. നിങ്ങളോ അതായത് കൊച്ചിയിലെത്തിയിട്ട് ആ പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 220 രൂപയ്ക്കാണ്. അതിൻ്റെ IGST എന്ന് പറയുന്നത് 18% ആണ്. ഇനി അടുത്തത് നോക്കി, ഗുഡ്സ് ആക്ച്വലി സോൾഡ് എത്ര യൂണിറ്റാണ് സെയിൽ ചെയ്തിരിക്കണേ? കൊച്ചിയിൽ നിന്ന് 750 യൂണിറ്റ് ആണ് സെയിൽ ചെയ്തിരിക്കുന്നത്. പ്രൈസ് അറ്റ് ഫാക്ടറി പെർ യൂണിറ്റ് 220 രൂപ. ആൻഡ് ഡിപ്പോട്ടിൽ അത് എത്ര രൂപയായി? 250 രൂപയായി. അതിൻ്റെ എത്ര ശതമാനം? 12% ആണ്. സിറ്റുവേഷൻ മനസ്സിലായോ? ദാറ്റ് മീൻസ് ഈ പറയുന്ന രണ്ടുപേരും റിലേറ്റഡ് പാർട്ടീസ് ആണ് എന്നർത്ഥം. ഇനി ഇവിടെ പറയുന്നു നോക്കി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് IGST ലൈബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്സ് ലിമിറ്റഡ് അറ്റ് ചെന്നൈ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സപ്ലയറും നിങ്ങൾ റെസിപ്പിയൻറ്റും ആണ്. ദാറ്റ് മീൻസ് ഞാൻ ചെന്നൈയിലും നിങ്ങൾ കൊച്ചിയിലുമാണ്. ഞാൻ നിങ്ങൾക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സിറ്റുവേഷൻ മനസ്സിലായോ? ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയണേ. ഒന്ന്, വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത് 1,98,000 വരും. അതായത് ഇത് കണ്ടോ, പ്രൈസ് എത്രയാ? അതായത് നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്രയാ? 220 രൂപയാണ് അല്ലേ? കൊച്ചിയിൽ നിന്ന് അത് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 220 രൂപയാണ്. ആ 220 രൂപയുടെ എത്ര ശതമാനം? 1000 യൂണിറ്റ് ആണ്. അതിൻ്റെ 90% നമുക്ക് എടുക്കാം. സോ 1,98,000 രൂപ വരും. പക്ഷേ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പാടില്ല. സോ ഇവിടെ ആ 1,98,000 എത്ര ശതമാനം? 18% GST വരും. നമുക്ക് 35,640 രൂപ വരും. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി അടുത്ത എക്സാമ്പിൾസിനകത്ത് ഇതേ കാര്യം തന്നെയാണ് പറയണേ. പക്ഷേ അവിടെ എന്താണ് അവർ എന്ത് ക്ലെയിം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേ എക്സാമ്പിൾ തന്നെയാണ് അടുത്തതിനകത്ത് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന റെസിപ്പിയൻറ്റിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്ന റെസിപ്പിയൻറ്റിന് ഈ പറയുന്ന 90% എന്ന് പറയുന്ന റൂള് ബാധകമല്ല. അവിടെ എത്ര തന്നെ എടുക്കണം? ഇതുണ്ടോ, ടോട്ടൽ 2,20,000 ആണ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. 220 രൂപ വെച്ചിട്ടാണ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. സോ അതിൻ്റെ എത്ര ശതമാനം? 18% തന്നെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ടാക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം.
സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ് റൂൾ നമ്പർ 28 പ്രകാരം നമ്മളോട് റൂൾ നമ്പർ 28 പ്രകാരം ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറയണേ. സോ നോക്കിയേ, സെക്കൻഡ് കണ്ടീഷൻ, ബയറും സെല്ലറും തമ്മിൽ ഒരു ഡിസ്റ്റിങ് റിലേഷനോ അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടീസോ ആവാൻ പാടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നോക്കണം, ഫസ്റ്റ് വൺ. ഇനി ഓപ്പൺ മാർക്കറ്റ് വാല്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് നോക്കാം? സെയിം ക്വാളിറ്റിയിൽ സെയിം കൈൻഡിനകത്ത് വരുന്ന ഗുഡ്സിന്റെ വാല്യൂ നോക്കാം. അതും കിട്ടിയില്ലെങ്കിൽ റൂൾ നമ്പർ 30 and 31 ഇത് യൂസ് ചെയ്യാം. ഇനി അതിനകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളോട് പറഞ്ഞത്. അതാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു? 2 ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഈ പറയുന്ന സപ്ലയറും റെസിപ്പിയൻറ്റും നമ്മൾ റിലേറ്റഡ് പാർട്ടീസ് ആണ്. അങ്ങനെയാണെങ്കിൽ റെസിപ്പിയൻറ്റിന് ഇത് എത്ര രൂപയ്ക്കാണോ ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കുന്നത് അതിൻ്റെ 90% ഈ പറയുന്ന നമ്മുടെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് മാത്രം, ITC ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. ഇനി ITC ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഈ 90%ൻ്റെ ഒരു എന്താ പറയുക, റിഡക്ഷൻ നമുക്ക് ഉണ്ടാവില്ല. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് തന്നെ നമ്മൾ എന്തായിട്ട് കൊടുത്തേ പറ്റൂ, ടാക്സ് ആയിട്ട് കൊടുത്തേ പറ്റൂ. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് റൂൾ നമ്പർ 29 കുറിച്ചാണ്. ഏതാ? പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ. നോക്കി, റൂൾ നമ്പർ 29 ഓഫ് CGST Rule 2017, വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് മെയ്ഡ് ഓർ റിസീവ്ഡ് ഫ്രം ആൻ ഏജന്റ്. നമ്മൾ ഷെഡ്യൂൾ 1 നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പറയുന്ന ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിനെ കുറിച്ച്. നോക്കാം. ദ ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഈവൻ ഇഫ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഷെഡ്യൂൾ 1 എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? എന്താ ഈ പറയുന്നത് പോലെ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഷെഡ്യൂൾ 1 പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സാധനമായിരുന്നു ഈ പറയുന്ന പ്രിൻസിപ്പൽ ഏജന്റ് എന്ന് പറയുന്ന സാധനം കയറി വരുന്നത്. ഇവിടെ നോക്കി, ദ ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഈവൻ ഇഫ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. അതിനകത്ത് 3-ാമതിനകത്താണ് സപ്ലൈ ഓഫ് ഗുഡ്സിനെ കുറിച്ച് പറയണേ. നോക്കി, ബൈ എ പ്രിൻസിപ്പൽ ടു ഹിസ് ഏജന്റ് വെർ ദ ഏജന്റ് അണ്ടർടേക്സ് ടു സപ്ലൈ സച്ച് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽസിന് വേണ്ടിയിട്ട് ഏജന്റ് ആണ് അത് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്രിൻസിപ്പൽ ഏജന്റിന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ പ്രിൻസിപ്പൽ ഏജന്റിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. And by an agent to his principal where the agent undertakes to receive such goods on behalf of principals. മനസ്സിലായോ? പ്രിൻസിപ്പൽസിന് ബദലായിട്ട് ആര് റിസീവ് ചെയ്യുകയാണെങ്കിൽ, ഏജന്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ ഇവിടെ രണ്ടും ഈ പറയുന്ന പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പിൽ കയറി വരികയാണെങ്കിൽ പോലും പ്രിൻസിപ്പൽ ഏജന്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിനകത്ത് കയറി വരുന്നതാണെങ്കിൽ പോലും നമ്മൾ ഷെഡ്യൂൾ 1 അതിൻ്റെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി ഇവിടെ വരികയാണെങ്കിൽ നോക്കി, ഇതിനകത്ത് നോക്കി, as per rule number 29 of CGST Rule 2017 provides that the manner in which the value shall be determined in such cases. അതായത് ഈ പറയുന്ന പ്രിൻസിപ്പൽ ഏജന്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിനകത്ത് കയറി വരികയാണെങ്കിൽ ഈ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ? നോക്കി, be the open market value of the goods being supplied or at the option of the supplier. അതായത് ഇവിടെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ച് മാത്രമാണ് പറയണേ. റൂൾ നമ്പർ 28 ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓർ സെയിം കൈൻഡ് ഓർ ക്വാളിറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ റൂൾ നമ്പർ 29 പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ ഏത് വാല്യൂവിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ? ഓപ്പൺ മാർക്കറ്റ് വാല്യൂവിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണേ. ഓർ ദ ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ എന്ത് ചെയ്യാം? ബി 90% ഓഫ് ദ പ്രൈസ് ചാർജ്ഡ് ഫോർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ബൈ ദ റെസിപ്പിയന്റ് ടു ഹിസ് കസ്റ്റമർ നോട്ട് ബീയിങ് എ റിലേറ്റഡ് പേഴ്സൺ വെർ ദ ഗുഡ്സ് ഓർ ഇന്റൻഡഡ് ഫോർ ദ ഫർദർ സപ്ലൈ ഓഫ് ദ സെഡ് റെസിപ്പിയന്റ്. സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു ഗുഡ്സ് ആണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തരുന്ന ഗുഡ്സ് ആണെങ്കിൽ, ഞാൻ പ്രിൻസിപ്പളും നിങ്ങൾ ഏജന്റും ആണെങ്കിൽ, ഈ ഗുഡ്സിന്റെ നിങ്ങൾ പുറത്ത് കൊടുക്കുന്ന ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിന്റെ 90% നമ്മുടെ ട്രാൻസ്ഫറിന്റെ വാല്യൂ ആയിട്ട്, ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ. ഇനി നോക്കി, വേർ ദ വാല്യൂ ഓഫ് ദ സപ്ലൈ ഇസ് നോട്ട് ഡിറ്റർമൈൻഡ്, ദ കോമൺ പ്രൊവിഷൻ ആണ് പറയുന്നത്. അതായത് 27 and 28 പറഞ്ഞതുപോലെ തന്നെ 29 പറയുന്നത് ഈ പറയുന്നത് പോലെ ഈ ഒരു സിംഗിൾ റൂൾ പ്രകാരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ റൂൾ നമ്പർ 30 or 31 യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. 27 പ്രകാരം 3 കാര്യങ്ങൾ പറഞ്ഞു, 3 പറ്റിയില്ലെങ്കിൽ 30 or 31 യൂസ് ചെയ്യാം. അത് 28 ആയപ്പോൾ 2 കാര്യങ്ങളായി. മനസ്സിലായോ? ആ 2 കാര്യങ്ങൾ പറ്റിയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പോലെ 30 or 31 യൂസ് ചെയ്യാം. ഇനി അത് തന്നെ 29 കയറി വന്നപ്പോൾ ഒറ്റ കാര്യമായി, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രമായി. ഇനി അത് പറ്റിയിട്ടില്ലെങ്കിൽ 30 or 31 യൂസ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായോ? നമുക്ക് നോക്കാം. Okay, the principal supply groundnut to his agent and the agent is supplying groundnuts to groundnuts of like kind and quality in the subsequent supplies at a price of 5,000 per quintal on the day of the supply. Another independent supplier is supplying groundnuts of like kind and quality to the said agent at the price of 4,550 per quintals.
ഓക്കെ നോക്കി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രിൻസിപ്പൾ. പ്രിൻസിപ്പളിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. എത്ര വരും? ദ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ മെയ്ഡ് ബൈ ദ പ്രിൻസിപ്പൾ ഷാൾ ബി എത്രയാ? 4550 or where he exercises his option the value shall be 4500. അതായത് ഏതിൻ്റെയാ? ഈ പറയുന്ന 5000ന്റെ 90%. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? 4550 എടുക്കാം. അത് ആരുടെ ഓപ്ഷൻ പ്രകാരമാണ്? ഈ പറയുന്ന സപ്ലയറുടെ ഓപ്ഷൻ പ്രകാരമാണ്. മനസ്സിലായോ? ഈ ഒരു പ്രോബ്ലത്തിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ എന്തെടുക്കാം? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കാം. അതല്ലെങ്കിൽ ആ പറയുന്ന സെയിം കൈൻഡ് ആ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റിന്റെ എത്രയാ? 90% എടുക്കാം. മനസ്സിലായോ? സിറ്റുവേഷൻ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചേ. ഒന്നില്ലെങ്കിൽ ഇതൊക്കെ സപ്ലൈയിങ് ഗ്രൗണ്ട്നട്ട്സ് ഓഫ് ദ ലൈക്ക് കൈൻഡ് അനദർ ഇൻഡിപെൻഡന്റ് സപ്ലയർ ആർക്ക് കൊടുക്കുന്നു? ഏജന്റിന് കൊടുക്കുന്നു. സോ അവിടെ എന്തായി? നമ്മുടെ 4550 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? പ്രിൻസിപ്പളിന്റെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓർ വേർ ഹി എക്സൈസ് ഓപ്ഷൻ ദ വാല്യൂ ഷാൾ ബി എത്രയാണോ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ ഏജന്റിന് കൊടുക്കുന്ന സമയത്തുള്ള ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ, ഓക്കെ, എത്രയായിരുന്നു? 5000 ആയിരുന്നു. അതിൻ്റെ 90% നമുക്ക് എന്തായിട്ട് എടുക്കാം? സപ്ലയറുടെ ഓപ്ഷൻ പ്രകാരം വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ്. കുറച്ച് പ്രോബ്ലം കൂടെ അതിനകത്തുണ്ട്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റൂൾ നമ്പർ 29 നമുക്ക് പറയാനുള്ളത്. സോ ആ ഒരു സിംഗിൾ പ്രോസസ്സിനകത്ത് നിങ്ങൾ ആലോചിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്യുന്ന ആലോചിച്ച് നോക്കി. വാല്യൂ എന്ന് പറയുന്നത് 2 ബേസിക് കണ്ടീഷൻസ് പറഞ്ഞു. അത് ഓക്കെ ആണെങ്കിൽ 51 അപ്ലൈ ചെയ്യാം. 52 പ്രകാരം ആഡ് ചെയ്യേണ്ട കാര്യങ്ങളും 53 പ്രകാരം ലെസ് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു. 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ 15(4) പ്രകാരം 27, 28, 29, 30, 31 ഇങ്ങനെ പറയുന്ന 5 റൂളുകൾ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. 27-നകത്ത് പറഞ്ഞത് പ്രൈസ് സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3 പറ്റിയില്ലെങ്കിൽ 30 or 31 യൂസ് ചെയ്യാം. 30 എന്ന് പറയുന്നത് കോസ്റ്റ് ബേസിനകത്തും 31 എന്ന് പറയുന്നത് ബെസ്റ്റ് ജഡ്ജ്മെന്റിനകത്തും. ഇനി 27 പ്രകാരം നമ്മളോട് പറയുന്നത് എന്താ? 28 പ്രകാരം നമ്മളോട് പറയുന്നത് എന്താ? അവിടെ 3 കേസുകളാണെങ്കിൽ ഇവിടെ 2 കേസുകളേ ഉള്ളൂ. ഒന്ന് ഈ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ സെയിം കൈൻഡ് ഓർ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ, അത് ചെയ്യാം. അല്ലെങ്കിൽ 30, 31 യൂസ് ചെയ്യാം. ഇനി അടുത്തത് 29 എന്ന് പറയുന്നതിനകത്തും ഈ പറയുന്നത് പോലെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രമാണ് പറയണേ. അതല്ലെങ്കിൽ 30 or 31 യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 28 or 29 ആണെങ്കിൽ അവിടെ ഓപ്ഷൻ ഓഫ് ദ അസസി, ദാറ്റ് മീൻസ് ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ എന്നാണോ, അതായത് പ്രിൻസിപ്പൽ എന്നാണോ ഏജന്റിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ സമയത്തുള്ള ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിൻ്റെ 90% എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. ഇനി പറയാൻ പോകുന്നത് റൂൾ 31ന്റെ കുറച്ച് അതായത് റൂൾ 31 ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിക്കാറുണ്ട്. എളുപ്പം നോക്കി. റൂൾ 31A വാല്യൂ ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ആൻഡ് ഹോഴ്സ് റേസിംഗ്. അതായത് ലോട്ടറിയോ ബെറ്റിങ്ങോ ഗാംബ്ലിങ്ങോ ഹോഴ്സ് റേസിംഗ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അതും സപ്ലൈ ആണ്. അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നോക്കി. ദ സപ്ലൈ വിത്ത് എഫക്ട് ഫ്രം 1 March 2020 പുതിയതാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സപ്ലൈ ഓഫ് ലോട്ടറി റൺ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ സപ്ലൈ ഓഫ് ലോട്ടറി ഓതറൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ വരുന്ന ലോട്ടറി ആണെങ്കിൽ എന്ത് ചെയ്യാം? ഹയർ ഓഫ് ദ 2 amounts ടു ബി ഡീംഡ് ആസ് ദ വാല്യൂ. ഈ 2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഏതാണോ, ഹയർ ഏതാണോ അതിനെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു? ഒന്ന് ഫേസ് വാല്യൂ ഓഫ് ദ ടിക്കറ്റിന്റെ ഫേസ് വാല്യൂ ഡിവൈഡഡ് ബൈ 128 into 100. ഇപ്പം ഒരു 1000 രൂപയാണ് ടിക്കറ്റിന്റെ ഫേസ് വാല്യൂ എങ്കിൽ 1000 ഡിവൈഡ് ബൈ 128 into 100 ഓർ നോക്കേ 100 ഡിവൈഡ് ബൈ 120 ദ പ്രൈസ് ആസ് നോട്ടിഫൈഡ് ബൈ ദ ഒഫീഷ്യൽ ഗസറ്റ് ബൈ ദ ഓർഗനൈസേഷൻ സ്റ്റേറ്റ്. അതായത് ലോട്ടറിയുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈസ് എത്രയാണോ എന്ത് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റിനകത്ത് കാണിച്ചിരിക്കുന്നത് അതേ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 128. ഇത് രണ്ടും ചെക്ക് ചെയ്യുക. രണ്ടിനകത്ത് ഹയർ എമൗണ്ട് ഏതാണോ കയറി വരുന്നത് അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഈ പറയുന്ന ലോട്ടറിയുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ലോട്ടറിയുടെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആൻഡ് സപ്ലൈ ഓഫ് ആക്ഷനബിൾ ക്ലെയിം ഇൻ ദ ഫോം ഓഫ് ചാൻസ് ടു വിൻ ദ ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ഓർ ഹോഴ്സ് റേസിംഗ് ഇൻ എ റൈസ് ക്ലബ്. അതായത് ലോട്ടറി അല്ലാതെ വേറെ ഏതെങ്കിലും ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ഹോഴ്സ് റേസസോ അങ്ങനെ എന്തെങ്കിലും ആണ് കയറി വരുന്നതെങ്കിൽ 100% ഓഫ് ദ ഫേസ് വാല്യൂ of the bet or the amount paid into the total share. മനസ്സിലായി? എത്രയാണോ അതിൻ്റെ ബെറ്റ് ഓർ ദ എമൗണ്ട് പെയ്ഡ്, ഇതിനകത്ത് വരുന്നത് ഏതാണോ അതിനെ വേണം നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ? അതിൻ്റെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. സെക്ഷൻ അല്ലെങ്കിൽ റൂൾ 31A പ്രകാരമാണ് പറയണത്. റൂൾ 31 എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ബെസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ റൂൾ നമ്പർ 31 പറഞ്ഞത് അല്ലേ? ഒരു മിനിറ്റ്.
അടുത്തത് എല്ലാം ഇതുമായിട്ട് ബേസ് ചെയ്ത് തന്നെ പറയാവുന്നതാണ്. ഇപ്പം 31-നകത്ത് ഒന്ന് സബ്ബായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ലോട്ടറി അല്ലെങ്കിൽ ഗാംബ്ലിംഗ് എന്ന് പറയുന്ന കാര്യമാണ്. അതിനകത്ത് ഗാംബ്ലിംഗ് വലിയ കുഴപ്പമില്ല, ലോട്ടറി മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പറയുന്ന വാല്യൂ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 128 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ ആണ് കിട്ടുന്നത് രണ്ടും ചെക്ക് ചെയ്യുക. അതിനകത്ത് ഹയസ്റ്റ് ഏതാണോ വരുന്നത് അതിനെ വേണം നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് വൺ, റൂൾ നമ്പർ 31(5) പ്രകാരം നമ്മളോട് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിനെ കുറിച്ചാണ്. നോക്കി 31 അല്ല, റൂൾ നമ്പർ 32(5) പ്രകാരം നമ്മളോട് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ കേസാണ്. വെർ ദ ടാക്സബിൾ സപ്ലൈ ഇസ് പ്രൊവൈഡഡ് ബൈ എ പേഴ്സൺ ഡീലിംഗ് ഇൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, ദാറ്റ് ഈസ് യൂസ്ഡ് ഗുഡ്സ് ആസ് സച്ച് ഓർ ആഫ്റ്റർ സച്ച് മൈനർ പ്രോസസിംഗ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ദ നാച്ചർ ഓഫ് ഗുഡ്സ് ആൻഡ് വേർ നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാൻ ബി ഹാസ് ബീൻ അവെയിൽ. അതായത് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ പരിപാടിയാണ്. നിങ്ങൾ ഈ ഗുഡ്സ് വാങ്ങിച്ചിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ മേജർ റിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഇത് സെയിൽ ചെയ്യുന്നു. അവിടെ പറയുന്നത് വേർ നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഹാസ് ബീൻ അവൈൽ. നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഈ പർച്ചേസിനകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ, നോക്കി, ദ വാല്യൂ ഓഫ് സപ്ലൈ ഷാൾ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ദ പർച്ചേസ് പ്രൈസ് ആൻഡ് വേർ ദ വാല്യൂ ഓഫ് സപ്ലൈ ഈസ് നെഗറ്റീവ് ഇറ്റ് ഷാൾ ബി ഇഗ്നോർ. മനസ്സിലായി? അതായത് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മറിച്ച് വിൽക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഓക്കെ, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങിച്ച് മറിച്ച് വിൽക്കുന്ന ആൾക്കാരാണ്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, നിങ്ങൾ സപ്പോസ് GST കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ആ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാത്രം ചെയ്താൽ മതി, ഈ പറയുന്ന ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വാങ്ങിച്ച് നിങ്ങൾ റിപ്പയർ ചെയ്തിട്ട് ഇത് തിരിച്ച് എത്ര രൂപയ്ക്കാണോ കൊടുക്കുന്നത് അതിന് ഡിഫറൻസിന് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ GSTയുടെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഇനി സപ്പോസ് അതെങ്ങനെ നെഗറ്റീവ് ആണെങ്കിലോ, ഓക്കെ, ആ ഡിഫറൻസ് നോക്കുമ്പോൾ അതെങ്ങനെ നെഗറ്റീവ് ആണെങ്കിലോ നിങ്ങൾ GST കൊടുക്കണ്ട. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി നോക്കി, പ്രൊവൈഡഡ് ദാറ്റ് ദ പർച്ചേസ് വാല്യൂ ഓഫ് ദ ഗുഡ്സ് റീപോസസ്ഡ് ഫ്രം എ ഡിഫോൾട്ടിംഗ് ബോറോവർ, അതായത് നമ്മൾ കടത്തിന് കൊടുത്ത, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ കടത്തിനാണ് സാധനം കൊടുത്തേ, അവർ ഡിഫോൾട്ട് വരുത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ who is not registered, അങ്ങനെ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല, for the purpose of recovery of a loan of or debt shall be deemed to be the purchase price of such goods by the defaulting borrower, reducing by the 5% of points for every quarter or part thereof between the date of purchase and the date of disposal by the person making such a repossession. സിറ്റുവേഷൻ മനസ്സിലായി? അതായത് നിങ്ങൾ കടത്തിനാണ് ഒരു സാധനം കൊടുത്തേ, അത് കൊടുത്തിട്ട് അങ്ങേര് എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെർട്ടൻ ലോൺസിൻ്റെ മുകളിലാണ് നിങ്ങൾ ആ സാധനം കൊടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെ അത് ചെയ്യാത്തതുകൊണ്ട്, പ്രോപ്പറായിട്ട് ലോൺ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് നിങ്ങൾ ആ സാധനം തിരിച്ചിങ്ങോട്ട് റീപ്രോസസ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണോ നമ്മുടെ എമൗണ്ട് ഓഫ് ലോൺ എത്രയാണോ അതിനെ വേണം നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ, നമ്മുടെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. എന്നിട്ട് ഓരോ ക്വാർട്ടറിനകത്തും എത്ര ശതമാനം വെച്ച് 5% വെച്ച് റെഡ്യൂസ് ചെയ്യാനും പറയുന്നുണ്ട്. മനസ്സിലായി? ഓക്കെ, സോ നോർമൽ കേസിനകത്ത് 2 കേസുകളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൻ്റെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ ഈ പർച്ചേസ് ചെയ്ത വാല്യൂവിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് മൈനസ് ചെയ്യാം. അതിൻ്റെ ഡിഫറൻസ്, ദ വാല്യൂ ഓഫ് സപ്ലൈ ഷാൾ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ദ പർച്ചേസ് പ്രൈസ് എന്നാണ് പറയുന്നത്. 1000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 1100 രൂപയ്ക്കാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ആ 100 രൂപ മാത്രമാണ് നിങ്ങളുടെ വാല്യൂ ആയിട്ട് പറഞ്ഞത്. ആ 100 രൂപയ്ക്ക് മാത്രം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, നമ്മുടെ ടാക്സ് കൊടുത്താൽ മതി. എന്ത് ചെയ്യാൻ പാടില്ല, പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓപ്ഷൻ നമ്പർ 1. അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്മളോട് പറയുന്നത് എന്താ, എത്രയാണോ ഡിഫോൾട്ട് വരുത്തുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലോണിനോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡെപ്റ്റിനോ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സോ ഓക്കെ, അവിടെ നിങ്ങൾ റീപ്രോസസ് ചെയ്ത് തിരിച്ചെടുത്തുകൊണ്ട് വരികയാണെങ്കിൽ ആ ലോണിൻ്റെ വാല്യൂ എത്രയാണോ, എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ, വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. എന്നിട്ട് അതിനകത്തുനിന്ന് എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ ഡിസ്പോസലിൻ്റെ സമയം വരെ ഓരോ ക്വാർട്ടറിനകത്തും 5% വെച്ച് നമുക്ക് മൈനസ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി അടുത്തത്, വേറെ രജിസ്റ്റേർഡ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഡീലർ സപ്ലൈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, the dealer is liable to charge GST on the second hand goods. For this, 2 options have been given to the dealer. എന്തൊക്കെയാണ് നോക്കി, ചാർജ് GST on the full transaction value, full amount നമുക്ക് GST ചാർജ് ചെയ്യാം. Here the dealer is eligible to claim input tax credit of the tax paid on the purchase of the used goods. മനസ്സിലായി? അങ്ങനെ ഫുൾ വാല്യൂവിന് കാണിക്കുകയാണെങ്കിൽ ആ പർച്ചേസ് പ്രൈസിന് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, GST ആയിട്ട് ക്ലെയിം ചെയ്യാം. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കി, buying and selling of second hand goods, rule 32(5) പ്രകാരം goods repossessed from a defaulting borrower who is not a registered, അങ്ങനെ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല, ഓക്കെ, ഡിഫോൾട്ട് ബോറോവർ ആണെങ്കിൽ
യെസ് ആണെങ്കിൽ പർച്ചേസ് വാല്യൂ എത്രയാണോ നോക്കുക, അതിൽ നിന്ന് 5% പെർ ക്വാർട്ടർ ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ടു ദ ഡേറ്റ് ഓഫ് ഡിസ്പോസൽ. പർച്ചേസ് ചെയ്ത ഡേറ്റ് തൊട്ട് ഡിസ്പോസൽ ഡേറ്റ് വരെയുള്ള 5% വെച്ച് നമുക്ക് മൈനസ് ചെയ്യാം. പർച്ചേസ് പ്രൈസ് ഓഫ് ദ ബോറോവർ നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യാം, GST വിൽ ബി ലിവീഡ് ഓൺ ദ മാർജിൻ. എത്രയാണോ ഇതിൻ്റെ മാർജിൻ വരുന്നത്, ദാറ്റ് മീൻസ് സെയിൽ വാല്യൂ പർച്ചേസ് വാല്യൂ, സെയിൽ വാല്യൂ മൈനസ് പർച്ചേസ് വാല്യൂ എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നെഗറ്റീവ് ആണെങ്കിൽ GST കൊടുക്കും വേണ്ട. സിറ്റുവേഷൻ മനസ്സിലായോ? പറയുന്ന കാര്യം മനസ്സിലായല്ലോ. ആൻഡ് ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ടോ നോക്കുക. അവൈൽ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് പർച്ചേസ് പ്രൈസ് മൈനസ് ചെയ്യുക, നമുക്ക് മാർജിൻ കിട്ടും. അത് നെഗറ്റീവ് ആണെങ്കിൽ കൊടുക്കണ്ട. ഇനി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ വാല്യൂവിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, സെയിൽ വാല്യൂ. ഓക്കെ, എത്രയാണോ സെയിൽ വാല്യൂ അതിനെ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? സോ ആ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൻ്റെ കേസിനകത്ത് നിങ്ങൾ ബേസിക്കലി ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കുക, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ആലോചിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് GST കൊടുത്തിട്ടുണ്ട്, ആ GSTക്കകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ ഫുള്ളായിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെയിൽ പ്രൈസ് എത്രയാണോ അതിനെ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി പർച്ചേസ് ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന GST എമൗണ്ടിനെ നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ഈ സെയിൽ പ്രൈസിൻ്റെ പർച്ചേസ് പ്രൈസിൻ്റെ മാർജിൻ മാത്രം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, GST കൊടുത്താൽ മതി. ഇനി ആ മാർജിൻ നെഗറ്റീവ് ആണെങ്കിൽ GST കൊടുക്കും വേണ്ട. ഇനി മൂന്നാമത്തെ കേസ്, പർച്ചേസ് പ്രൈസ് നിങ്ങൾക്ക് അറിയില്ല, കാരണം നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വാങ്ങിക്കണമല്ല. ഈ പറയുന്നത് പോലെ നമ്മുടെ ബോറോവറിൻ്റെ അടുത്ത് നിന്ന് അങ്ങേര് ലോൺ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചെടുത്തുകൊണ്ട് വരികയാണെങ്കിൽ അവിടെ പർച്ചേസ് പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ആ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണേ, കൊടുത്തിരിക്കുന്ന എമൗണ്ട് പർച്ചേസ് വാല്യൂ എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് ഓരോ ക്വാർട്ടറിനകത്ത് 5% വെച്ച് മൈനസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പർച്ചേസ് വാല്യൂ കിട്ടും. ആ പർച്ചേസ് വാല്യൂവിനെയും ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന സെല്ലിംഗ് വാല്യൂ നമ്മളുടെ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് എന്ത് കൊടുക്കുക, സർട്ടൻ പെർസെൻറ്റേജ് GST പേ ചെയ്യുക. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്ന് പറയുന്ന ഇതിനകത്ത് കയറി വരണേ. കുറച്ച് ഇല്ലുസ്ട്രേഷൻസും കൂടെ ഉണ്ടേ, നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല അത്. മനസ്സിലായി? നെക്സ്റ്റ് വൺ 32(6) പ്രകാരം, 32(5) സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആണെങ്കിൽ 32(6) പ്രകാരം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെഡീമബിൾ വൗച്ചേഴ്സ്, കൂപ്പൺ, സ്റ്റാമ്പ്സ് അതർ ദാൻ പോസ്റ്റേജ് സ്റ്റാമ്പ്. ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ നമുക്ക് ഈ റെഡീമബിൾ കൂപ്പൺസും റെഡീമബിൾ വൗച്ചേഴ്സും റെഡീമബിൾ സ്റ്റാമ്പ്സ് ഒക്കെ കിട്ടുന്നത്. ദാറ്റ് മീൻസ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് റെഡീം ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വരുന്നതായിട്ട് ദർ ആർ മെനി കമ്പനീസ് ഹു ഇഷ്യൂസ് വൗച്ചേഴ്സ്, കൂപ്പൺ, സ്റ്റാമ്പ് ആൻഡ് സോ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ഗുഡ്സ് ഓർ സർവീസസ് ക്യാൻ ബി പ്രൊക്യൂർഡ് ബൈ ദ ഹോൾഡർ ഓഫ് സച്ച് വൗച്ചേഴ്സ്, കൂപ്പൺ, സ്റ്റാമ്പ്സ്. അതായത് ഈ കൂപ്പണോ വൗച്ചറോ കാര്യങ്ങളൊക്കെയാണ് അവർ ഇഷ്യൂ ചെയ്യണേ. അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ കൂപ്പൺ കിട്ടിയാൽ നമുക്ക് ആ കൂപ്പണിൽ നിന്നൊരു സപ്ലൈ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊക്യൂർ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ എന്ത് വേണേലും ആവാം. ഇപ്പം നമ്മൾ എവിടെ ചെന്നാലും ഈ പറയുന്ന പോലെ റെഡീമബിൾ കൂപ്പണും വൗച്ചേഴ്സും, ഈവൻ ഇഫ് നമ്മളൊരു ഗൂഗിൾ പേനകത്ത് ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ പോലും നമുക്ക് പലതരത്തിലുള്ള വൗച്ചേഴ്സും കാര്യങ്ങളും കിട്ടാറുണ്ട് അല്ലേ? സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് ടാക്സബിൾ ആവണേ എന്നാണ് നോക്കണേ. നോക്കേ, the value of a token or a voucher or a coupon or a stamp which is redeemable against a supply of goods or services or both shall be equal to the money value of the goods or services or both redeemable against such a token, voucher, coupon or stamp. അതായത് ഈ പറയുന്നത് പോലെ ഒരു കൂപ്പണോ സ്റ്റാമ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഒരു സപ്ലൈ കിട്ടുന്നതെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ അത് റിഡംഷൻ നടത്തുന്നതെങ്കിൽ അതിൻ്റെ മണി വാല്യൂ എത്രയാണോ, അതായത് ആ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൂപ്പൺ റെഡീം ചെയ്തിട്ടാണ് നിങ്ങളൊരു ഗുഡ്സ് വാങ്ങിക്കുന്നതെങ്കിൽ ആ ഗുഡ്സിൻ്റെ മണി വാല്യൂ എത്രയാണോ അതിനെ തന്നെ, അല്ലെങ്കിൽ ആ മണി വാല്യൂവിനെ തന്നെ ഈ പറയുന്ന വൗച്ചറിൻ്റെ ആണെങ്കിലും ടോക്കണിൻ്റെ ആണെങ്കിലും സ്റ്റാമ്പിൻ്റെ ആണെങ്കിലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി? അതായത് ഒരു ടോക്കൺ കൊണ്ടാണ് നമുക്കൊരു എന്ത് കിട്ടുന്നത്, ഒരു ഗുഡ്സ് കിട്ടുന്നതെങ്കിൽ ആ ഗുഡ്സിൻ്റെ മണി വാല്യൂ എത്രയാണോ ആ മണി വാല്യൂവിനെ തന്നെ ഈ പറയുന്ന ടോക്കണിൻ്റെ കൂപ്പണിൻ്റെ എല്ലാം നമുക്ക് എന്തായിട്ട് വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. 6 പ്രകാരം, 32(6) പ്രകാരം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ടൈം ഓഫ് സപ്ലൈ ഓഫ് വൗച്ചേഴ്സ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ്. നമ്മൾ ടൈം ഓഫ് സപ്ലൈ എടുക്കുന്ന നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഇവിടെ കയറി വന്നുകൊണ്ട് നമുക്കൊന്ന് പറയാമെന്ന് മാത്രം. ഇഫ് ദ സപ്ലൈസ് ഈസ് ഐഡൻറ്റിഫൈഡ് അറ്റ് ദ പോയിന്റ്, അതായത് ഈ പറയുന്ന വൗച്ചേഴ്സിനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യണേ. ഇങ്ങനെ ഒരു വൗച്ചേഴ്സ് ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിക്കുക, ആ വൗച്ചറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ മനസ്സിലായി. എങ്ങനെയാണ് ആ വൗച്ചർ മുഖേന നമുക്ക് റെഡീം ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുഡ്സിൻ്റെ മണി വാല്യൂ എത്രയാണോ അതാണ് ആ വൗച്ചറിൻ്റെ വാല്യൂ. ഇനി ഈ വൗച്ചർ എപ്പോഴാണ് ടാക്സബിൾ ആവുന്നത്, ദാറ്റ് മീൻസ് എപ്പോഴാണ് അതിൻ്റെ ടൈം വരുന്നത്. നോക്കേ, ദ ടൈം ഓഫ് സപ്ലൈ ഈക്വൽ ടു ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ. എപ്പോഴാണോ നമ്മുടെ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഇഫ് സപ്ലൈ ഇസ് നോട്ട് ഐഡൻറ്റിഫൈബിൾ അറ്റ് ദാറ്റ് പോയിന്റ്, അതായത് ആദ്യത്തെ ഇഫ് സപ്ലൈ ഇസ് ഐഡൻറ്റിഫൈബിൾ അറ്റ് ദ പോയിന്റ്, ഈ വൗച്ചർ തരുന്ന സമയത്ത് സപ്ലൈ എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെങ്കിൽ ആ ടൈം അല്ലെങ്കിൽ ആ ഡേറ്റ്. ഇനി ആ ടൈമിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ.
മനസ്സിലായി? അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു റിഡംഷൻ വൗച്ചർ തരുന്നു. ഓക്കെ, അടുത്ത മാസം 10-ാം തീയതി കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് റെഡീം ചെയ്യാം. ദാറ്റ് മീൻസ് എപ്പോഴാണ് അത് റിഡംഷൻ നടത്തേണ്ടത്, എപ്പോഴാണ് അത് റെഡീം ചെയ്ത് നിങ്ങൾ ഗുഡ്സ് വാങ്ങിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാമെങ്കിൽ, ഓക്കെ, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ എപ്പോഴാണോ വൗച്ചർ തരുന്നത് ആ ഡേറ്റിനെ നമുക്ക് ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് അറിയാം, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാം. ഇനി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വൗച്ചർ തരുന്നുണ്ട്, നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ ചെന്ന് ഇത് റെഡീം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് പ്രൊവിഷൻസ് വെക്കുന്നതെങ്കിൽ, എന്നാണോ ഒരു മിനിറ്റ്, ഓക്കെ, എന്നാണോ നിങ്ങൾ അത് റെഡീം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. 32 ഓക്കെ, നമ്മുടെ വൗച്ചർ 32(5) കയറി വന്നപ്പോൾ ആ വൗച്ചറിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോമ്പിനേഷനായിട്ട് കയറി വന്നു എന്നേ ഉള്ളൂ. ഓക്കെ, എളുപ്പമുള്ള പ്രോബ്ലംസാണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് 32(7) പ്രകാരം നമ്മളോട് പറയുന്നത്, നമ്മൾ ഈ പറയുന്നത് പോലെ റിലേറ്റഡ് പേഴ്സൺസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ് പേഴ്സൺസ് തമ്മിലുള്ള ഗുഡ്സിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, അല്ലേ? ഓക്കെ, നമ്മൾ സർവീസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ഇനി ഇവിടെ നോക്കിയേ, വാല്യൂ ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ബൈ വൺ ഡിസ്റ്റിങ് പേഴ്സൺ ടു അനദർ ഡിസ്റ്റിങ് പേഴ്സൺ, സെക്ഷൻ 32(7) പ്രകാരമാണ് പറയണേ. നോക്കിയേ, ദ വാല്യൂ ഓഫ് ടാക്സബിൾ സർവീസസ് പ്രൊവൈഡഡ് ബൈ സച്ച് എ ക്ലാസ് ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ ആസ് റെഫേർഡ് ഇൻ പാരഗ്രാഫ് 2 ഓഫ് ഷെഡ്യൂൾ 1 ഓഫ് ദ CGST Act 2017 between distinct persons as referred to in section 25 where input tax credit is available shall be deemed to be nil. മനസ്സിലായി? സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ വേർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് അവൈലബിൾ ആണെങ്കിൽ ഷാൾ ബി ഡീംഡ് ടു ബി നിൽ. അതിൻ്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? നില്ലായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇതിനകത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള ഒറ്റ കാര്യമേ ഉള്ളേ. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ഗിഫ്റ്റ് നോട്ട് എക്സീഡിങ് 50,000. എംപ്ലോയിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്, 50,000 രൂപയ്ക്ക് താഴെയാണെന്ന് വിചാരിക്കുക. ഇൻ വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇയർ ബൈ ആൻ എംപ്ലോയർ ടു എംപ്ലോയി ഷാൾ നോട്ട് ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കേണ്ട ഒരു സാധനം അത് മാത്രമാണ്. എംപ്ലോയിക്കാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ആ ഗിഫ്റ്റിൻ്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 50,000 താഴെയാണെങ്കിൽ അതിനെ നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. സോ അതിൽ കൂടുതലാണെങ്കിൽ മാത്രം നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺ, ഈ പറയുന്ന പ്യുവർ ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെയാണ് ഇനി പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് കയറി വരുന്നത് ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത നമ്മുടെ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് പ്യുവർ ഏജൻറ്റും കൂടെ പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വാല്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അത് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. ഈ പ്യുവർ ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്നറിയാമോ? അതായത് നിങ്ങൾക്ക് ബദലായിട്ട് വേറൊരാൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗുഡ്സ് എല്ലാം വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. മനസ്സിലായി? എന്നിട്ട് അവർ അതിൽ നിന്ന് അഡീഷണലി യാതൊരുവിധ ബെനിഫിറ്റും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ അവരെയാണ് നമ്മൾ നമ്മുടെ പ്യുവർ ഏജന്റ് എന്നുള്ള രീതിയിൽ പറയണേ. നമുക്ക് നോക്കാം. ഓക്കെ, എ പ്യുവർ ഏജന്റ് മീൻസ് എ പേഴ്സൺ ഹൂ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് വിത്ത് ദ റെസിപ്പിയന്റ് ഓഫ് സപ്ലൈ. ഞാൻ സപ്ലയറും നിങ്ങൾ റെസിപ്പിയന്റും ആണെങ്കിൽ നിങ്ങളുമായിട്ട് ഓക്കെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. ടു ആക്ട് ഓൺ ദെയർ ബിഹാഫ് ആൻഡ് ഇൻകർ എക്സ്പെൻഡിച്ചർ ഓർ കോസ്റ്റ് ഇൻ ദ കോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. അതായത് നിങ്ങൾ റെസിപ്പിയൻ്റ് ആണ്, ഓക്കെ, ഞാൻ സപ്ലയർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്യുവർ ഏജന്റ് എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ വ്യക്തി എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ നിങ്ങളും ആ മൂന്നാമത്തെ വ്യക്തി, ആ പ്യുവർ ഏജന്റ് നമ്മൾ ഒരു എഗ്രിമെന്റ് എഴുതുന്നു. ആ എഗ്രിമെന്റ് പ്രകാരം റെസിപ്പിയൻ്റ് ഓഫ് സപ്ലൈ ടു ആക്ട് ദെയർ ബിഹാഫ്. ഓക്കെ, നിങ്ങൾക്ക് ബദലായിട്ട് ആര് വർക്ക് ചെയ്തോളാം? അങ്ങേര് നിന്നോളാം. എന്നിട്ട് ആൻഡ് ഇൻകർ എക്സ്പെൻഡിച്ചർ ഓർ കോസ്റ്റ് ഇൻ ദ കോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. മനസ്സിലായി? എന്നിട്ട് അയാൾ നിങ്ങൾക്ക് എത്രയാണോ ചെലവ് വരുന്നത് അത് ഇൻകർ ചെയ്തോളൂ. ആൻഡ് സെക്കൻഡ് വൺ, നെയ്തർ ഇൻറ്റൻസ് ടു ഹോൾഡ് nor holds any title of the goods or services procured on behalf of provided to the recipient of the supply. അതായത് അങ്ങേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് വാങ്ങിച്ചു വെച്ചാലും അങ്ങേര് ഒരിക്കലും അതിൻ്റെ ഒരു ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിലോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. And the third one, does not use the goods or services so procured for his own interest. ആ മൂന്നാമത്തെ വ്യക്തി അല്ലെങ്കിൽ ആ പ്യുവർ ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി അങ്ങേരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ഗുഡ്സ് യൂസ് ചെയ്യുന്നതുമില്ല. ആൻഡ് റിസീവ്സ് ഓൺലി ദ ആക്ച്വൽ എമൗണ്ട് ഇൻകേർഡ് ടു പ്രൊക്യൂർ സച്ച് ഗുഡ്സ് ഓർ സർവീസസ്. എത്രയാണോ അയാൾ എനിക്ക് തന്നത് ആ എമൗണ്ട് മാത്രമാണ് നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ല മനുഷ്യനാണ്. അതുകൊണ്ടാണ് അങ്ങേരെ പ്യുവർ ഏജന്റ് എന്ന് പറയണേ. സിറ്റുവേഷൻ മനസ്സിലായി? അപ്പോൾ ഞാൻ സപ്ലയറും നിങ്ങൾ റെസിപ്പിയൻറ്റുമാണ്. നമുക്ക് ഇടയിൽ ഒരു വ്യക്തിയുണ്ട്, മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. മിസ്റ്റർ എ ആണ് മിസ്റ്റർ എ നിങ്ങൾക്ക് ബദലായിട്ട്, നിങ്ങൾക്ക് പകരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സും സർവീസും എല്ലാം വാങ്ങിച്ചു വെക്കുന്നു. ഓക്കെ, എന്നിട്ട് എത്രയാണോ എൻ്റെ ചെലവ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എല്ലാം ഈ പറയുന്ന മിസ്റ്റർ എ വഹിക്കുന്നു.
മിസ്റ്റർ എക്ക് ആ പ്രോപ്പർട്ടിക്ക് മുകളിൽ യാതൊരുവിധ ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിലോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നുമില്ല. മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി അത് അങ്ങേരുടെ പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നു. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ മാത്രമാണ് വാങ്ങിക്കണേ? ആക്ച്വലി അങ്ങേർക്കുണ്ടായിരിക്കുന്ന എക്സ്പെൻഡിച്ചർ, എനിക്ക് തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് മാത്രമാണ് ആരിൽ നിന്ന് വാങ്ങിക്കുന്നത്? നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? വളരെ നല്ല മനുഷ്യനാണ്, അങ്ങേരെ നമുക്ക് പ്യുവർ ഏജൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കിയേ, പ്യുവർ ഏജൻറ്റ് കയറി വരുന്ന നേരത്ത് the expenditure or cost incurred by the supplier as a pure agent of the recipient of supply shall be excluded from the value of supply if all the following conditions are satisfied. എന്താണ് ഈ പ്യുവർ ഏജന്റിന്റെ എക്സ്പെൻസിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല? വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എങ്ങനെയാണെങ്കിൽ ദ സപ്ലയർ ആക്ട് ആസ് എ പ്യുവർ ഏജന്റ് ഓഫ് ദ റെസിപ്പിയന്റ് ഓഫ് ദ സപ്ലൈ വെൻ ഹി മേക്സ് എ പേയ്മെന്റ് ടു ദ തേർഡ് പാർട്ടി ഓൺ ഓതറൈസേഷൻ ബൈ സച്ച് എ റെസിപ്പിയന്റ്. സിറ്റുവേഷൻ മനസ്സിലായോ? എങ്ങനെയായിരുന്നു? ഇവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഇല്ല, സപ്ലയർ ഇല്ല, ഇനി നിങ്ങൾ രണ്ടുപേരുമാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ പറയുന്ന ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഇനി പ്യുവർ ഏജന്റ് എന്ന് പറയുന്ന സപ്ലയർ നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, അങ്ങനെ തരുന്നതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട? സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിന് വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. കണ്ടീഷൻസ് പറയുന്നത് എന്താ? ഒന്ന്, ദ സപ്ലയർ ആക്ട് ആസ് എ പ്യുവർ ഏജന്റ്, റെസിപ്പിയന്റിന് ബദലായിട്ട് അങ്ങേര് പ്യുവർ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കണം. നമ്പർ 2, ദ പേയ്മെന്റ് മെയ്ഡ് ബൈ ദ പ്യുവർ ഏജന്റ് ഓൺ ബിഹാഫ് ഓഫ് ദ റെസിപ്പിയന്റ് ഓഫ് ദ സപ്ലൈ ഹാസ് ബീൻ സെപ്പറേറ്റ്ലി ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ ദ പ്യുവർ ഏജന്റ് ടു ദ റെസിപ്പിയന്റ് ഓഫ് ദ സർവീസസ്. മനസ്സിലായി? അതായത് അയാൾ എനിക്ക് തന്നിരിക്കുന്ന, ഈ പ്യുവർ ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് അയാൾ നിങ്ങൾക്ക് തരുന്ന ഇൻവോയ്സിനകത്ത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ആൻഡ് തേർഡ് വൺ, ദ സപ്ലൈസ് procured by the pure agent from the third party as a pure agent of the recipient of supply are in addition to the service he supply on his own account. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഈ 3 കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന പോലെ പ്യുവർ ഏജന്റിനെ കുറിച്ചുള്ള എക്സംഷൻ കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് 1-2 എക്സാമ്പിൾ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദ കോർപ്പറേറ്റ് സർവീസസ് ഫേം എ ഈസ് എൻഗേജ്ഡ് ദ ഹാൻഡിൽ ദ ലീഗൽ വർക്ക് pertaining to the incorporation of a company B. ബി എന്ന് പറയുന്ന കമ്പനിയുടെ ലീഗൽ വർക്ക് എല്ലാം ചെയ്യുന്നത് എ ആണ്. അതർ ദാൻ ഇറ്റ് സർവീസ് ഫീസ്, എ ആൾസോ റിക്കവേഴ്സ് ഫ്രം ബി രജിസ്ട്രേഷൻ ഫീസ് ആൻഡ് അപ്രൂവൽ ഫീ ഫോർ ദ നെയിം ഓഫ് ദ കമ്പനി പേ ടു ദ രജിസ്ട്രാർ ഓഫ് ദ കമ്പനീസ്. അതായത് എ എന്ന് പറയുന്ന ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ഫേംസ്, അങ്ങനെ തന്നെ പറയാം. എ എന്ന് പറയുന്ന ഒരു ഫേം ബി എന്ന് പറയുന്ന കമ്പനിയുടെ എന്താ പറയുക, മെയിൻ ആയിട്ടുള്ള ലീഗൽ ഫേം ആണ് എ. അതായത് ബി എന്ന് പറയുന്ന കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലീഗൽ ഫേം ആണ് എ. എ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എയുടെ സർവീസ് ഫീയുടെ കൂട്ടത്തിൽ എ എന്തൊക്കെ കളക്ട് ചെയ്യുന്നു? ബി ആണ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. എന്തൊക്കെയാ? ഈ രജിസ്ട്രേഷൻ്റെ ചാർജും കാര്യങ്ങളെല്ലാം ബി ആണ് ഗവൺമെന്റിലോട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ബദൽ ബിക്ക് പകരം അതെല്ലാം പേ ചെയ്യുന്നത് ആര് തന്നെയാണ്? എ തന്നെയാണ്. സോ ഇതെല്ലാം കൂടെ എ ബിയിൽ നിന്ന് കളക്ട് ചെയ്യാണ്. The fees charged by the registrar of the companies for the registration and approvals of the name of the compulsory levied on B. A is merely acting as a pure agent in the payment of those fees. Therefore, A recovery of such expenses is a disbursement and not part of the values of supply made by A to B. മനസ്സിലായി? സോ ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ പ്യുവർ ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണേ. അതുകൊണ്ട് എക്ക് ഉണ്ടായിരിക്കുന്നതിൻ്റെ എക്സ്പെൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതെന്തു മാത്രമാണ്? അങ്ങേർക്ക് ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസിൻ്റെ ഡിസ്ബേഴ്സ്മെൻറ്റ് മാത്രമാണ്. നിങ്ങളിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കുക മാത്രമാണ് അങ്ങനെ ചെയ്യണേ. സിറ്റുവേഷൻ മനസ്സിലായോ? ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാനാണെങ്കിൽ കമ്പനിയുടെ രജിസ്ട്രേഷൻ ഫീസും ബാക്കിയുള്ള ലീഗൽ ചാർജസും എല്ലാം കൂടെ ഒരു 50,000 രൂപ വരുമെന്ന് വിചാരിക്കുക. നിങ്ങളിതെല്ലാം എന്നെയാണ് ഏൽപ്പിക്കണേ. സോ നിങ്ങൾക്ക് ബദലായിട്ട് ഞാൻ 50,000 രൂപയെല്ലാം ഗവൺമെൻറ്റിലോട്ട് അടച്ച് നിങ്ങളുടെ കമ്പനിയുടെ രജിസ്ട്രേഷനും പ്രോസസ്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ അത് നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, ഇത് തരുന്ന സമയത്ത് ഞാൻ 55,000 രൂപയുടെയാണ് വൗച്ചർ തരണേ. 55,000 രൂപ വൗച്ചർ എന്താ? 50,000 രൂപ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയതും 5,000 രൂപ എൻ്റെ സർവീസ് ഫീയും. സോ ഇവിടെ പറയുന്നത് ഈ 55,000 രൂപ ബില്ല് തന്നാലും ഇതിനകത്ത് വാല്യൂ സപ്ലൈ ആയിട്ട് എത്ര രൂപ മാത്രമേ വരുള്ളൂ? 5,000 രൂപ മാത്രമേ വരുള്ളൂ. കാരണം എന്താ? 50,000 രൂപ എന്ന് പറയുന്നത് ഞാൻ തന്നിരിക്കുന്ന വാല്യൂ അല്ല, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്ന എമൗണ്ട് ആണ്. സോ ഇവിടെ 55,000 രൂപ ബില്ല് തന്നാൽ പോലും ഓക്കെ, ആ ബില്ലിനകത്ത് ഞാൻ വ്യക്തമായിട്ട് എഴുതണം, ഈ പറയുന്ന 50,000 രൂപ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് വൃത്തിയായിട്ട് എഴുതണം. എന്നാൽ പോലും എനിക്ക് എത്ര രൂപ മാത്രം സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി? 5,000 റുപ്പീസിൻ്റെ മാത്രം വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഇതേ കേസ് തന്നെയാണ് ഈ എയർപോർട്ടിനകത്ത് കയറി വരുന്ന, നമുക്ക് ഇതിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ എയർപോർട്ടിനകത്ത് കയറി വരുന്ന എയർപോർട്ട് അതോറിറ്റിയും എയർലൈൻസുകാരും തമ്മിൽ ഇതേപോലൊരു കണക്ഷൻ വരുന്നുണ്ട്.
മനസ്സിലായി? അതായത് എയർലൈൻസുകാർ പ്രൊവൈഡ് ചെയ്യുന്ന സെർട്ടൈൻ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഫീസായിട്ട് വാങ്ങിക്കുന്നത്, ചാർജായിട്ട് വാങ്ങിക്കുന്നത് എയർപോർട്ട് അതോറിറ്റിയാണ്. അവിടെ എയർപോർട്ട് അതോറിറ്റി എന്ന് പറയുന്നത് ഈ എയർലൈൻസിൻ്റെ ഒരു പ്യുവർ ഏജൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണേ. മനസ്സിലായി? സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എയർലൈൻസിന് കൊടുക്കേണ്ട എമൗണ്ട് ആണ് നമ്മൾ താൽക്കാലികമായിട്ട് എയർപോർട്ട് അതോറിറ്റിക്ക് കൊടുക്കുന്നത്. അവരത് ആർക്ക് കൊടുത്തോളും? ഈ പറയുന്ന എയർലൈൻസിന് കൊടുത്തോളും. സോ ആ എയർപോർട്ട് അതോറിറ്റിയും എയർലൈൻസും നമ്മളുടെ ട്രാൻസ്ഫർ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? അവർ നമുക്ക് വേണ്ടി കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് മൈനസ് ചെയ്ത് ബാലൻസ് മാത്രം, അവരുടെ സർവീസിൻ്റെ ഫീസ് എത്രയാണോ അത് മാത്രമാണ് നമ്മളോട് ചോദിക്കണേ. അല്ലെങ്കിൽ അതിനെ മാത്രമാണ് വാല്യൂ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത്, വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. കുറേ അധികം ഇല്ലുസ്ട്രേഷൻസ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് കാണാം. ബൈ.